ഓക്കെ. നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് 6th മെയ്യിലെ മാർക്കറ്റ് യൂറോ യു എസ് ഡിയുടെ മാർക്കറ്റ് വ്യൂ എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോകാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു മാർക്കറ്റ് ബയാസ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 1 മന്ത് ടൈം ഫ്രെയിമിലോട്ട് എടുക്കുക. 1 മന്ത് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. വൺ മന്ത് ടൈം ഫ്രെയിമിൽ യൂറോ യു എസ് ഡിയിൽ ഏറ്റവും ടോപ്പിലൊരു ഇത് കാണാനായിട്ട് പറ്റും. അതായത് എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും, മന്ത്ലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അതിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഒരു അതിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുമുണ്ട്. ഫൈൻ. ഇനി നമ്മൾ 1 വീക്ക് ടൈം ഫ്രെയിമിലോട്ട് പോകണം. 1 വീക്ക് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു MSSന് ഇതായിട്ടുള്ള ഇവിടെ ഒരു MSSും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു MSSും മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, മന്ത്ലി ടൈം OBയിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകും. 1 ഡേ ടൈം ഫ്രെയിം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോറി ഫീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മന്ത്ലി മന്ത്ലി ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് സ്ട്രക്ചർ തിരിഞ്ഞ് മാർക്കറ്റ് ഡൗൺ സൈഡ് ആവുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ആൻറ്റിസിപ്പേറ്റ്. ഇപ്പൊ ഈ ഒരു ആൻറ്റിസിപ്പേഷനിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റ് എവിടെ നിന്ന് ഫാൾ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് റേഞ്ച്. ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ 50%-ന് മേലുള്ള ഏതെങ്കിലും ഒരു PDR എന്നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏകദേശം ഓർഡർ ബ്ലോക്ക് പോലത്തെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ ഹൈ സപ്ലൈ ആയിട്ടുള്ള ഒരു സോൺ എടുത്തു. ഇതാണ് ഹൈ സപ്ലൈ സോൺ. ഇത് എന്തുകൊണ്ടാണ് ഇത് ഹൈ സപ്ലൈ സോൺ ആവുന്നത് വെച്ചാൽ, ജസ്റ്റ് മാർക്കറ്റ് ആ സമയത്ത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഫാൾ ചെയ്തിട്ടുണ്ട്, അഗൈൻ ആ ഒരു റേഞ്ചിലോട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്നായിരിക്കും മോസ്റ്റ് പ്രോബബിലി റിയാക്ട് ചെയ്ത് മാർക്കറ്റ് ഫാൾ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ അതേപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലെ ആസ് പെർ സ്ട്രക്ചർ പ്രകാരം, അതായത് സ്ട്രക്ചർ പ്രകാരം ഇനി മാർക്കറ്റ് എവിടം വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു സപ്ലൈയിൽ നിന്നും മാർക്കറ്റ് ഈ ഒരു ലോ വരെ, ഡെയിലി സ്ട്രക്ചറിന്റെ ഈ ഒരു ലോ വരെ ആയിരിക്കും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി. നമ്മൾ എൻട്രീസ് പ്ലേസ് ചെയ്യുന്നതും ഈ ഒരു സാധനം എയിം ചെയ്തിട്ടായിരിക്കും എൻട്രീസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഇവിടെ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബോട്ടം സൈഡ് വരെയായിരിക്കും നമ്മൾ എയിം ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 മന്ത് ഈ ഒരു സപ്ലൈനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഇനി നമ്മൾ 4 അവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കാം. ഓക്കെ, 4 അവർ ടൈം ഫ്രെയിമില് ഇത് നമ്മുടെ ഡെയിലി സപ്ലൈ ആണ്. ക്ലിയർ. ഡെയിലി സപ്ലൈയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ആയിട്ട് ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫാള് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു എൻട്രി പ്ലേസ് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിനെ ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്, കാരണം നമുക്ക് ഇവിടം വരെ ഉണ്ടല്ലോ മാർക്കറ്റിന്റെ വ്യൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ വന്ന സമയത്ത് ഇത് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെ നിന്ന് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്, കാരണം പ്രോപ്പർ ഫെയർ വാല്യൂ ഗ്യാപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ആ ഒരു ലെവലിൽ നമ്മൾ ഇവിടെ നിന്ന് ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ട്, സോറി, ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്ത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലോ ആയിരുന്നു. ഫൈൻ. ഇതുവരെ ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലൊരു ഒന്നിൽ $140, പിന്നെ മറ്റ് 2-3 ട്രേഡ്സിലൊക്കെ ആയിട്ട് $60-65, അങ്ങനെ മൊത്തം ഒരു $200 എടുത്ത് നമ്മൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടാണ് ഈ ഒരു ലെഗില്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, എന്നിട്ട് നമുക്ക് സെയിം സ്ട്രക്ചർ കിട്ടി. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ എൻട്രീസ് ഇങ്ങനെ പ്ലേസ് ചെയ്തില്ല, ഇങ്ങനെ ഒരു വ്യൂവിലോട്ട് എത്തി. പക്ഷെ ഇവിടെയുള്ള മാർക്കറ്റിന്റെ മൊമെന്റ് റിയാക്ഷനും, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്വീപ്പ് അല്ല സ്വീപ്പാണ് ചെയ്തെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പേടിയില്ലാതെ എൻട്രീസ് പ്ലേസ് ചെയ്യാം. പക്ഷെ ഇത് ബോഡി ക്ലോസ് 4 അവറിൽ ബോഡി ക്ലോസ് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ്
ഡൗൺ അല്ല, മേ ബി ഇതൊരു പുൾ ബാക്ക് ആയിട്ട് അപ്സൈഡ് തന്നെയാണോ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിക്കാനായിട്ട് ഈ ഒരു സാഹചര്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ കറന്റ് മാർക്കറ്റ് നിൽക്കുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇതാക്കിയിട്ടുണ്ട്. സ്റ്റിൽ ഇവിടെ ബോഡി ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് പിന്നെ വന്നതിന് ഇതിന് താഴെ പോകാൻ പാടില്ല. കറക്റ്റ് അല്ലേ? ഇതിന് താഴെ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സ്വീപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബോഡി ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആയി മാർക്കറ്റ് എന്താണ്, ഡൗൺ സൈഡ് തന്നെയാണ്. അപ് സൈഡിലേക്ക് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻ മാത്രമാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫേം ആയി. നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഇത് തന്നെയായിരുന്നു. അതായത് ഏത് രീതി വെച്ചാൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ആന്റിസിപ്പേഷൻ ഓൾറെഡി നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ വ്യൂ ഉണ്ടാക്കിയത്. കറക്റ്റ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മറ്റേ ഇതൊരു ഓക്കെ, ഈ ട്രെൻഡിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, അപ്സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു റേഞ്ച് വരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ച് വരെ നമ്മൾ എന്ത് ചെയ്യും, ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. വൺസ് ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രീസ് പ്ലാൻ ചെയ്ത് അപ്സൈഡിലോട്ട് എൻട്രി എടുക്കും. ഇവിടം വരെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. അതൊന്നും നമ്മുടെ വ്യൂ ഉണ്ടായിരുന്നത്. ഇൻ കേസ് നമ്മുടെ വ്യൂ തെറ്റണം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, ഇതിന് മുന്നൊക്കെ അപ് സൈഡും, ഇൻ കേസ് ഡൗൺ സൈഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇതിന് താഴെ മാർക്കറ്റ് ബോഡി ക്ലോസ് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞാനൊരു ചെറിയൊരു ഷോർട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷോർട്ട് എൻട്രി ഇതാ ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഷോർട്ട് ചെയ്ത് അത് കുറച്ച് ചെറിയ രീതിയിൽ ചെറിയൊരു ക്യാച്ച് മാത്രമാണ്. 24 അതിന്റെ ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഞാൻ അവിടെ എയിം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് എനിക്ക് അത് കിട്ടുകയും ചെയ്തു. ഫൈൻ. ഒരു എൻട്രി ഞാൻ ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിലാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ മാർക്കറ്റിലൊരു ശ്രമമുണ്ട്. അതായത് ഇവിടെ ഒരു നല്ല ഫുൾ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് ക്വിക്കായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ഒരു ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതൊരു മാനിപ്പുലേഷൻ ആയിരിക്കാം. അതായത് അവിടെ ഒരു ഇത്ര നേരം സൈഡ് വൈസ് കളിച്ച ഒരു മാർക്കറ്റ് പെട്ടെന്ന് ഒരു അപ്സൈഡിലോട്ട് ഒരു ബൂം തന്നപ്പോൾ, അതായത് ഈ ക്യാൻഡിൽസിലൊക്കെ നല്ല ബൂം തന്നപ്പോൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തു അതൊരു എന്താവും, മാർക്കറ്റ് ഒരു ട്രാപ്പ് ആയിരിക്കും, മേലോട്ടുള്ള ട്രാപ്പ് ആയിരിക്കും. സോ മാർക്കറ്റ് ഫാള് ചെയ്യാം. കാരണം ഇവിടെ ഓൾറെഡി അതിന് രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെ എത്തിയപ്പോ അത് ബ്രേക്ക് ആയി നിൽക്കുകയായിരുന്നു. പക്ഷെ സ്റ്റിൽ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലായിരുന്നു മാർക്കറ്റ്. അഗൈൻ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട്, അതായത് ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്,
ഒരു ഫാളിനുള്ള, അതായത് ഒരു ഇൻഡിസിഷൻസ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ മാർക്കറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ എന്താ, ഒരു ഓർഡർ ബ്ലോക്കിനെ ഫെയിലിയർ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അപ്സൈഡ് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മേജർ ഒരു സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഇതുകൊണ്ട് പെട്ടെന്നുള്ള ഈ മൊമെന്റം ഈ ഒരു സ്വീപ്പിന്റെ റേഞ്ചിൽ എത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഇതൊരു മാനിപ്പുലേഷൻ ആവാനുള്ള ഹയർ സാധ്യത കണ്ടുകൊണ്ട് നമ്മൾ അവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ 1 മിനിറ്റിലാണ് എൻട്രീസ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എൻട്രി ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്വീപ്പ് അല്ല, ഒരു സ്ട്രക്ചർ ഇത് നടന്നിട്ടുണ്ട്. അതിനുശേഷമുള്ളത് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്വീപ്പും, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നൽകിയിട്ടുണ്ട്. സോ നമുക്കിത് ഇവിടെ നിന്ന് ഡൗൺ സൈഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്ത് ഏകദേശം ഇവിടെ നിന്നായിരുന്നു. ഇവിടെ നിന്നും എൻട്രി പ്ലേസ് ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. ടാർഗറ്റ് ഇതിന്റെ 50% ഒരു സ്കാൽപ്പിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തിയറിറ്റിക്കൽ ട്രേഡ്സ് മാത്രം ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. വലിയൊരു രീതിയിലുള്ള ട്രേഡ്സ് ഒന്നും ഞാൻ പോയില്ല. ഈ രീതിയിലൊരു ടാർഗറ്റും പ്ലേസ് ചെയ്തു, ഒരു 1:1 റേഞ്ചിൽ. അതെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാല് മാർക്കറ്റ് ടാപ്പ് ചെയ്തു, എൻട്രി ട്രിഗർ ആയി, പെട്ടെന്ന് ഒന്ന് ടാർഗറ്റ് അടിച്ചു, ഒരു ഗെയിം ഓവർ ആയി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഒരു എൻട്രി നമ്മൾക്ക് ഇന്നലെ പ്ലേസ് ചെയ്യാൻ ഡൗൺ സൈഡ് എടുത്തു, ഷോർട്ട് ചെയ്തു. ബട്ട് നമുക്ക് കൺഫർമേഷൻ ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള ഒരു മൊമെന്റം കിട്ടി, ഒരു പ്രൊഫൈലിൽ നമുക്കൊരു റീഡ് ചെയ്യാൻ കഴിഞ്ഞു, നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. പിന്നീട് നോക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്തു, നമുക്ക് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ അപ്പ് സൈഡിലോട്ടുള്ള റാലി ആയിട്ടാണ് കണ്ടത്. ഇപ്പൊ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തത് ആ ഒരു ഓർഡർ ബ്ലോക്കിന് താഴെ, അല്ലെങ്കിൽ സോറി, ഈ ഒരു റേഞ്ചിന് താഴെ പോകണമെങ്കിൽ മാത്രമായിരുന്നു അപ്പ് സൈഡിലോട്ടുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നത്. ഇല്ലാത്ത പക്ഷം നമുക്ക് അപ്പ് സൈഡ്, സോറി, ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡൗൺ സൈഡ് വ്യൂ ഉണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അപ്പ് സൈഡ് പോകാനുള്ള പോസിബിലിറ്റീസും മാർക്കറ്റ് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഫൈൻ. ഇനി നമ്മൾ നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഒരു ഫാൾ ഉണ്ടല്ലോ, അതായത് ഈ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഇതിനെയൊക്കെ താക്കി റിയാക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഫാളിന്റെ മാർക്കറ്റ് ഈ ഒരു 50% നിന്ന് എഗെയിൻ മാർക്കറ്റ് ഫാൾ ചെയ്തിട്ട്, അതായത് എക്സാമ്പിൾ ഇപ്പൊ മാർക്കറ്റ് ഇങ്ങനെ പോയില്ലേ, ഇവിടെ നിന്നും എഗെയിൻ ഫാൾ ചെയ്ത, ഇവിടെ വീണ്ടും ഒരു 1 അവറിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. എഗെയിൻ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഫാൾ ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യാണ്. ഇങ്ങനെ ഒരു റേഞ്ച് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കും, ഈ ഒരു OP വരെ ഞാൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതൊരു പോസിബിൾ വേ ആണ് എനിക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. ഇനി അതല്ല മാർക്കറ്റ് ഈ 50% ടാപ്പ് ചെയ്യാതെ തന്നെ 1 അവർ ടൈം ഫ്രെയിം എടുക്കാം. 50% ടാപ്പ് ചെയ്യാണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത്, ലൈക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ നിന്ന് അപ്പ് സൈഡിലോട്ടായിരിക്കും എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറക്ഷൻ കിട്ടിയിട്ടില്ല, ഏത് ഡയറക്ഷനിലാണ് അൾട്ടിമേറ്റ് ഇത് മൂവ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പുൾ ബാക്ക് പുൾ ബാക്ക് നമുക്ക് വിശ്വസിച്ചിട്ട് ഓക്കെ ഫൈൻ, ഇപ്പോൾ ഇതൊന്ന് പുൾ ബാക്ക് കിട്ടിയില്ല, ഇത് മേലോട്ടാണ്, ഒരിക്കലുമല്ല. കാരണം ഇതിന്റെ ഒരു 50% റേഞ്ചിൽ നിന്ന് വീണ്ടും അഗൈൻ ഫാൾ ചെയ്ത് ഇവിടുന്ന് താഴെ എത്താനുള്ള സാധ്യതയുണ്ട്. സോ ഹയർ മാർക്കറ്റ് ബാക്കി എല്ലാം സ്വാധീനിക്കുന്നത് മാർക്കറ്റ് താഴെ പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. പക്ഷെ ഈ ഒരു ബോഡി ക്ലോസ് മാത്രം, ഇവിടെ 4 അവറിലെ ബോഡി ക്ലോസ് മാത്രമാണ് നമുക്ക് അപ്പ് സൈഡിലോട്ടുള്ള ചിന്തിക്കാനുള്ള മേജർ കാര്യം. അപ്പൊ ഇവിടെ നമുക്ക് അപ്പ് സൈഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അപ്പ് സൈഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് ആ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻസും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എൻട്രീസ് പ്ലാൻ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബിലി മാർക്കറ്റ് എന്ത് ചെയ്യാനാണ്, ഈ ഒരു റേഞ്ചിലോട്ട്, ഈ ഒരു 50% റേഞ്ചിലോട്ട് വരിക. കാരണം ഇവിടുന്ന് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഫാൾ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. പക്ഷെ ആ ഒരു റേഞ്ചിൽ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇതിപ്പോ 1 അവർ അല്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിലോ വേറെ ഏതെങ്കിലും ടൈം ഫ്രെയിമിൽ, ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ടാപ്പ് ചെയ്ത മാർക്കറ്റ് താഴോട്ട് വരുന്നു, ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എഗൈൻ താഴോട്ട് വരുന്നു, ഈ ഒരു OP ടേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ
നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് എൻട്രീസ് പ്ലാൻ ചെയ്യും. ഓക്കെ, ആ ഒരു എൻട്രീസ് പ്ലാൻ ചെയ്ത് നമ്മൾ ഈ ഒരു റേഞ്ച് വരെ അവിടെ ഒരു OB ഉണ്ട് കണ്ടോ, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ നമ്മൾ എയിം ചെയ്യും. സോ ഈ രീതിയിലാണ് നമുക്ക് എൻട്രി പ്ലാൻസ് ഒക്കെ ഇന്നത്തെ വരുന്നുള്ളൂ. വൺസ് നമുക്ക് ഡൗൺ സൈഡ് തന്നെയാണ്, ആന്റിസിപ്പേഷൻസ് ഡൗൺ സൈഡ് ആണ്. ബട്ട് അഗെയിൻ മാർക്കറ്റ് പോയി ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും റിയാക്ഷൻസ് ഇല്ല, വീണ്ടും അപ് സൈഡിലോട്ട് തന്നെയാണ് മാർക്കറ്റ് കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ ആ സമയത്ത് പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ പ്ലാൻസും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു അനാലിസിസ് എന്നുള്ളത്. ഈ ഒരു അനാലിസിസിൽ വേറെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ജസ്റ്റ് പറയാം. ഇത് ഞാൻ എൻ്റെ ഒരു ജേർണലിങ്ങിനും കുറച്ചും കൂടി മാർക്കറ്റിൽ ഞാൻ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാനും വേണ്ടി, പെർഫെക്റ്റ് മീൻസ് ഡെയിലി ഞാനിത് ബോറല്ല, എന്താ പറയുക, എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സീരീസ് മാത്രമാണ്. ഓക്കെ, അല്ലാതെ ഞാനും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, ട്രേഡിങ്ങിലൂടെ ഞാനും രക്ഷപ്പെട്ടിട്ടില്ല, വല്ല പൈസയോ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് ഒരു 100 ഉണ്ട്, ഒരു 100 അക്കൗണ്ട് പോലും ചെയ്യിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളൂ. പക്ഷെ എവിടേക്കോ നഷ്ടപ്പെട്ട കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനും മാർക്കറ്റിന്റെ ഒരു ബയാസും കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിസിൽ എനിക്ക് ചെക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു അങ്ങനെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവാനും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് യൂട്യൂബിലിടുന്നത്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസബിൾ ആണ്, വേറെ ഏത് ഫോണിൽ നിന്നാണെങ്കിലും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്ക് നോക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വിടാം. ഓക്കെ, താങ്ക് യു ഓൾ.